ക്ലിയറായ ഒരു റൂട്ടിൽ കൂടെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിത് കിട്ടാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. ഇത് ചെറിയ രീതിയിൽ ഇപ്പോൾ വീടുകളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്ന ചെറിയ മൈക്രോ യൂണിറ്റുകളൊക്കെ ആയിട്ട് ചെയ്യാവുന്നതുണ്ട്. അങ്ങനെയുള്ള സംരംഭകർക്ക് ആവശ്യമായിട്ടുള്ള മെഷീനാണ്. ഒരു 35-40,000 സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇഡലി, ഇടിയപ്പം അങ്ങനെയുള്ള സ്റ്റീമിൽ വേവിച്ചെടുക്കുന്ന, ആവിയിൽ വേവിക്കുന്ന ഒരു സ്റ്റീമർ മെഷീനാണ്. ഇതൊരു സെമി ഓട്ടോമാറ്റിക് പാലപ്പം മേക്കിംഗ് മെഷീനാണ്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു മെഷീൻ തന്നെയാണ്. അതായത് ഇപ്പോൾ ലോൺ നേടിയെടുക്കാനോ സബ്സിഡിയുടെ കാര്യങ്ങൾക്കുള്ള പേപ്പേഴ്സ് വർക്കുകൾ കാര്യങ്ങളെല്ലാം എങ്ങനെ ചെയ്യണമെന്നുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇവിടുന്ന് കൊടുക്കും. അതുപോലെ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ആവശ്യമായ അമൃതം പൊടി അങ്ങനെയുള്ള യൂണിറ്റുകൾക്ക്, മറ്റുള്ള കുടുംബശ്രീ യൂണിറ്റുകൾക്ക്, അതുപോലെ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളുണ്ട് പുതുതായിട്ട് വന്നിരിക്കുന്നത്. അവർക്ക് ആവശ്യമായ മെഷീനുകളെല്ലാം നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. സാർ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഒരു ചെറിയ മുതൽ മുടക്കിൽ ബിസിനസ് ആരംഭിക്കാനുള്ള ഒരു ആശയം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താമോ സാർ ആദ്യം ഒന്ന്? എൻ്റെ പേര് സുധീഷ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് മെറ്റലേജ് മെഷീനറീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് കിഴുത്താണി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ, നമ്മൾ മെയിനായിട്ട് എന്തൊക്കെ മെഷീൻസാണ് ഇവിടെ ചെയ്യുന്നത്? മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഫുഡ് പ്രോസസ്സിംഗ് മെഷീനറീസ്, ആയുർവേദിക് മെഷീനറീസ്, അതുപോലെ തന്നെ വെജിറ്റബിൾ ഫ്രൂട്ട്സിനൊക്കെ വേണ്ടി പ്രോസസ്സിങ്ങിന് വേണ്ടിയുള്ള മെഷീനറീസാണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ മറ്റ് കസ്റ്റമൈസ് ചെയ്തുള്ള മെഷീനുകളും ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഫുഡ് പ്രോസസ്സിംഗ് ഒരു യൂണിറ്റ് തുടങ്ങുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആയുർവേദ ഫാർമസി അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കുള്ള മെഷീൻസാണ് കൂടുതൽ ചെയ്യുന്നത് അല്ലേ? അതെ അതെ. ഇതിൽ തന്നെ നമുക്ക് ഏതൊക്കെ മെഷീൻസാണ് വരുന്നത് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന മെഷീൻസൊക്കെ? ഫുഡ് ഇൻഡസ്ട്രിയിൽ വരികയാണെങ്കിൽ ഫസ്റ്റിൽ ഒരു പൾസസ് ഒക്കെ ചെയ്യുന്നത്, വാഷ് ചെയ്യുന്നത്, സ്റ്റീം ചെയ്യുന്നത്, പൊടിക്കുന്നത്, വറക്കുന്നത്, ഗ്രേഡ് ചെയ്യുന്നത്, ബ്ലെൻഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള മെഷീനുകളാണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇതിനെല്ലാം നമുക്ക് സർക്കാർ സബ്സിഡിയും ലോണ് കാര്യങ്ങളെല്ലാം ഉണ്ടോ? എല്ലാത്തിലും ഇപ്പോൾ സർക്കാർ സബ്സിഡിയും ലോണും ഇപ്പോൾ വളരെ പഴയ പോലെയല്ല, കുറച്ചുകൂടിയും എളുപ്പത്തിൽ കിട്ടാവുന്ന സ്കീമുകളെല്ലാം നിലവിലുണ്ട്. ഇപ്പോൾ ലോണിൻ്റെ കാര്യം വരുന്നാലും ഇപ്പോൾ ബിസിനസ് ആരംഭിക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് കൂടുതലായും ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരിക്കും. അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ക്യാഷ് ഉണ്ടാവും, പക്ഷേ ഇതിൻ്റെ ലോണോ ഇതിന് ഗവൺമെൻറ് തരുന്ന സബ്സിഡിയെക്കുറിച്ച് ഒന്നും അറിയണമെന്നില്ല. അപ്പോൾ അവർക്കുള്ള ഹെൽപ്പ് നമ്മൾ ഇവിടുന്ന് ഓഫീസിൽ നിന്ന് കൊടുക്കുന്നുണ്ടോ? പുതിയ സംരംഭം തുടങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള പുതിയ നൂതനമായ ആശയങ്ങൾ, നിലവിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല, പുതിയ രീതിയിൽ തുടങ്ങേണ്ട ആശയങ്ങൾ, അതിനെപ്പറ്റിയുള്ള ആശയങ്ങളും നിലവിൽ ചെയ്യുന്ന സംരംഭങ്ങൾ വലുതാക്കുന്നതിനോ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനോ വേണ്ടിയുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളെല്ലാം നമ്മളിവിടെ നിന്ന് കൊടുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അതിന് ഗവൺമെൻറ്റിൽ നിന്നും മറ്റുള്ള ആവശ്യമായ നിർദ്ദേശങ്ങൾ, അതിനു വേണ്ടിയുള്ള സഹായങ്ങളും ഇവിടുന്ന് ചെയ്തു കൊടുക്കും. അതായത് ഇപ്പോൾ ലോൺ നേടിയെടുക്കാനോ സബ്സിഡിയുടെ കാര്യങ്ങൾക്കുള്ള പേപ്പേഴ്സ് വർക്കുകൾ കാര്യങ്ങളെല്ലാം എങ്ങനെ ചെയ്യണമെന്നുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇവിടുന്ന് കൊടുക്കാൻ പറ്റും. സാർ, പിന്നെ ഒത്തിരി പേർക്ക് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഭയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കാർ സബ്സിഡി എന്നൊക്കെ പറയുന്നുണ്ട്, അത് കിട്ടുന്നില്ല. അതിൻ്റെ ഒരു നൂലാമാല കൊണ്ടായിരിക്കാം. ആ ഒരു കാര്യം സാറിൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ കാര്യങ്ങളെല്ലാം? ഇതെല്ലാം കറക്റ്റ്. ഇപ്പോൾ നിലവിൽ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്ന രീതി, അതായത് നമ്മളുടെ ക്ലിയറായ ഒരു റൂട്ടിൽ കൂടെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിത് കിട്ടാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. നമ്മൾ ഒരു സംരംഭം തുടങ്ങുമ്പോൾ തന്നെ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നമ്മൾ വ്യവസായ കേന്ദ്രത്തിൽ നിന്നോ എല്ലാം നമുക്ക് വളരെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. വ്യവസായ കേന്ദ്രമൊക്കെ അതിനുവേണ്ടി ഒരുപാട് നമുക്ക് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ വരുവാണെങ്കിൽ ഇത് സബ്സിഡിക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതിൻ്റെ പേപ്പറുകൾ കാര്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം വരുന്നത് ഇപ്പോൾ എല്ലാം ഒരു 6 മാസം മുതൽ 1 വർഷത്തിനുള്ളിലെല്ലാം നോർമലി എല്ലാവർക്കും കിട്ടുന്നതാണ്. ഇപ്പോൾ മുദ്രാ ലോണിൽ നമ്മളെ മെഷീൻസ് വരുന്നതാണോ? നമുക്ക് അതിനുള്ള കൊട്ടേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാവോ നേരത്തെ? മുദ്ര ലോൺ എന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നൊരു ലോണാണ് അത്. അതും ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് അല്ലേ? അത് ഇതിൻ്റെ സബ്സിഡിയും അതിൽ കിട്ടും അല്ലേ? നമ്മളെല്ലാം ഇവിടെ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. നമ്മുടെ മെഷീൻസ് എല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത് ഇവിടെയാണല്ലേ? കേരളത്തിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മളിവിടെ ഒരു 3-4 യൂണിറ്റ് ഉണ്ട്. നമ്മൾ ഇതേപോലെ തന്നെ ഒരു 3 യൂണിറ്റ് കൂടി വേറെ ഉണ്ട്. ഇവിടെ തന്നെയാണ് മാനുഫാക്ചറിങ്. നമുക്ക് കുറച്ച് മെഷീൻസും അതിൻ്റെ കാര്യങ്ങളും ഒന്ന് പറഞ്ഞുതരാമോ സാർ? ഓക്കെ, വരൂ. ഇത് ഒരു ഫ്ലോർ മിൽ തുടങ്ങുന്ന സംരംഭകന് ഉപയോഗിക്കാവുന്ന മെഷീനുകളാണ്. ഇത് പൾവറൈസർ എന്ന് പറയും. ഇത് ധാന്യങ്ങളോ സ്പൈസസോ എല്ലാം പൊടിക്കാൻ ഉപയോഗിക്കുന്ന മെഷീനാണ്.
ഇത് ചെറിയ രീതിയിൽ ഇപ്പോൾ വീടുകളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്ന ചെറിയ മൈക്രോ യൂണിറ്റുകളൊക്കെ ആയിട്ട് ചെയ്യാവുന്നതുണ്ട്. അങ്ങനെയുള്ള സംരംഭകർക്ക് ആവശ്യമായിട്ടുള്ള മെഷീനാണ് ഇത്. ധാന്യങ്ങൾ അതുപോലെ സ്പൈസസ് എല്ലാം പൊടിക്കുന്നതിന് വേണ്ടി പൊടിച്ച് വറുത്ത് പാക്ക് ചെയ്ത് കൊടുക്കുന്ന യൂണിറ്റുകളുണ്ട്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് പൾവറൈസർ എന്ന് പറയും. ഇതെല്ലാം ഒരു 1,00,000 രൂപ താഴെയിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ മുതൽ മുടക്കിൽ സ്റ്റാർട്ട് ചെയ്യാവുന്ന സംരംഭകർക്കെല്ലാം ആവശ്യമായി വരുന്ന മെഷീനുകളുടെ ഒരു മെഷീനാണ്. അതായത് 1,00,000 രൂപയ്ക്ക് താഴെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു യൂണിറ്റ് ചെറിയ യൂണിറ്റുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമ്മളെ ഈ മെഷീൻസിനെല്ലാം എങ്ങനെയാണ് വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നത്? മെഷീനുകൾക്കെല്ലാം 1 ഇയർ വാറണ്ടി ഉണ്ട്. അത് കഴിഞ്ഞാലും നമ്മളുടെ മെഷീൻ സർവീസ് ഉണ്ടാകുന്നതാണ്. 1 ഇയർ നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. 1 ഇയർ വാറണ്ടി ഉണ്ട്. അത് കഴിഞ്ഞാലും സർവീസ് ഉണ്ട്. നമ്മുടെ മെഷീൻ മാത്രമല്ല മറ്റുള്ള മെഷീനുകൾക്കാണെങ്കിലും നമ്മൾ സർവീസ് ചെയ്തു കൊടുക്കുന്നത്. അത് നമുക്ക് സിംഗിൾ ഫേസിലാണോ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 3 ഫേസ് മോട്ടറാണോ വരുന്നത്? അതിൽ ചെറിയ യൂണിറ്റുകൾക്ക് 3 HP വരെയുള്ളത് സിംഗിൾ ഫേസിൽ വർക്ക് ചെയ്യുന്ന മോട്ടറിൽ വർക്ക് ചെയ്യുന്ന മെഷീനുകളുണ്ട്. ഓക്കെ. അതുപോലെ തന്നെയാണ് പൊടിക്കുന്ന മെഷീനാണ് അത്. ഒരു യൂണിറ്റായിട്ട് ഒരു മോട്ടറും മെഷീനും കൂടി വരുന്നതാണ്. ഇത് പൊടിക്കുന്ന മെഷീൻ, അതിനുപയോഗിക്കുന്ന ഒരു മോട്ടറാണത്. ഇത് ധാന്യങ്ങൾ അതുപോലെ സ്പൈസസ് എല്ലാം പൊടിക്കാൻ ഉപയോഗിക്കുന്ന മെഷീനാണ്. അത് നമുക്ക് ഏത് റേഞ്ച് വരെ വരാം? അതിൻ്റെ ഒരു പ്രൈസ് പറയുമ്പോൾ ഇത് ഈ ഒരു 10 HP മോട്ടറും ഇതും വരുമ്പോൾ നമുക്ക് 1,00,000 രൂപ താഴെ തന്നെയാണ് ഇത് വരുന്നത്. അതും വരുന്നത്. അതുപോലെ ഇത് നമ്മൾ പൊടിച്ച വറുത്ത ഇതെല്ലാം ഗ്രേഡ് അരിച്ചെടുക്കുന്ന മെഷീനാണ്. ഇതിന് വൈബ്രോ സിഫ്റ്റർ എന്ന് പറയും. ഇത് പൊടികളെല്ലാം അരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള മെഷീൻ. ഏതൊക്കെ തരം പൊടികളാണ്? എല്ലാ തരം ഇപ്പോൾ നമ്മൾ സാധാരണ പുട്ടുപ്പൊടി, അരിപ്പൊടി എല്ലാം കഴുകി പൊടിച്ച് വറുത്തതിന് ശേഷം ഗ്രേഡ് ചെയ്യാനായിട്ട് അരിക്കും. അതിനു വേണ്ടി എടുക്കുന്ന മെഷീനാണ് അല്ലേ? ഇതും സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ്. ഇതിൻ്റെ മെറ്റീരിയൽ കോണ്ടാക്ട് വരുന്ന പാർട്സ് എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നതാണ്. ചെറിയ മെഷീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1,00,000 രൂപയിൽ നിന്ന് മേലേക്ക് വരുന്ന മെഷീനാണ്. ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്നതാണ്. ഔട്ട്പുട്ട് അനുസരിച്ചാണ് മെഷീനുകളുടെ റേറ്റ് വരുന്നത്. സൈസും റേറ്റും വരുന്നത് വ്യത്യാസമാണ്. അതായത് ഇപ്പോൾ കസ്റ്റമറിന്റെ ആവശ്യം അനുസരിച്ച് നമുക്ക് അവരുടെ റേഞ്ചിനനുസരിച്ച് മെഷീൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ ഇവിടെ ചെയ്യുന്നതിൽ കൂടുതൽ മെഷീനുകളും കസ്റ്റമൈസ് ചെയ്തതാണ്. കസ്റ്റമറുമായിട്ട് സംസാരിച്ചിട്ട് അവരുടെ അഭിപ്രായങ്ങളും കൂടിയും കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കൊരു റേറ്റ് ചോദിക്കാൻ പറ്റില്ല. കാര്യം ഒരേ മെഷീൻ തന്നെ പല സൈസും അതിൻ്റെ കസ്റ്റമൈസ് ചെയ്തൊക്കെ വരുമ്പോൾ അതിൽ റേറ്റുകളിൽ വ്യത്യാസങ്ങൾ വരും. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന മെഷീൻ ബ്ലെൻഡറാണ്. പൗഡർ ബ്ലെൻഡർ. നമ്മൾ മസാല യൂണിറ്റുകൾക്ക് അതേപോലെ മറ്റുള്ളത് പൗഡറുകൾ തമ്മിൽ മിക്സ് ചെയ്യുന്നുണ്ട്. പലതരം വ്യത്യസ്തമായ മെറ്റീരിയലുകൾ മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു മെഷീനാണ് പൗഡർ ബ്ലെൻഡർ. മസാല യൂണിറ്റുകൾക്ക്, അരിപ്പൊടി യൂണിറ്റുകൾക്ക്, അതുപോലെയുള്ള പല ആവശ്യങ്ങൾക്കെല്ലാം നമുക്ക് ആയുർവേദ ഇൻഡസ്ട്രിയിൽ മരുന്നുകളൊക്കെ എന്തെങ്കിലും ആഡ് ചെയ്യുന്ന പരസ്പരം മിക്സ് ചെയ്യണമെങ്കിൽ അതിനൊക്കെ ഉപയോഗിക്കുന്നൊരു മെഷീനാണ്. ഇതിന് റിബൺ ബ്ലെൻഡർ എന്ന് പറയും. അതും ഇത് ഒരു 100 കിലോ കൊള്ളുന്ന മെഷീനാണ്. സ്റ്റാർട്ടിങ് വരുന്നത് 25 കിലോ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 25 കിലോ സ്റ്റാർട്ടിംഗ് റേഞ്ച് ഒക്കെ വരുമ്പോൾ നമുക്ക് പ്രൈസ് എങ്ങനെ വരും? സ്റ്റാർട്ടിംഗ് റേഞ്ച് എന്ന് പറയുമ്പോൾ പല രീതിയിൽ വരുന്നുണ്ട്. എന്നാലും സ്റ്റാർട്ടിങ് വരുന്നത് ഒരു 70,000 രൂപ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന മെഷീൻ. 70,000 രൂപയ്ക്ക് നമുക്ക് ബ്ലെൻഡ് മെഷീനുകൾ, ചെറിയ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയുള്ളൊരു മെഷീൻ തന്നെയാണ് ഇതും. ബ്ലെൻഡർ തന്നെയാണ്. ഇതിന് ഡബിൾ കോൺ ബ്ലെൻഡർ എന്ന് പറയും. 2 കോണായിട്ട് വരുന്നതാണ്. ഡബിൾ കോണാണ്. ഇത് ചില മെറ്റീരിയലുകൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ അത് പൊട്ടാതിരിക്കാനൊക്കെ ഉള്ളുണ്ട്. ഇപ്പോൾ ബേക്കറി ഐറ്റംസ് വരുന്നുണ്ട്, മിക്സർ പോലെയുള്ള ചില, അതുപോലെ നട്ട്സ്, ഇതെല്ലാം വരുമ്പോൾ അത് റിബൺ ബ്ലെൻഡറിലിടുമ്പോൾ അതിൻ്റെ വേമിൻ്റെ ഉള്ളിൽ വരുമ്പോൾ അതിന് ചെറിയ പൊടിയിലോ അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രാച്ചസ് ഒക്കെ വരാനും ചാൻസ് ഉണ്ട്. ഇതിൽ വരുമ്പോൾ അത് വരുന്നില്ല. അതുപോലെ ടീ, നമ്മൾ തേയില ബ്ലെൻഡ് ചെയ്യുമ്പോഴേ 2-3 ഐറ്റംസ് എല്ലാം 3-4 ഐറ്റംസ് ഒക്കെ ഇട്ട് ചെയ്യുമ്പോൾ അത് പൗഡർ ഫോം അതിലധികം വരാതിരിക്കാനായിട്ട് ഇത് എടുത്ത് മറക്കുന്നതുകൊണ്ട് പൊടിയിൽ വരില്ല. കുറച്ചുകൂടി നമുക്ക് മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ള മെറ്റീരിയലിൽ എടുക്കാൻ പറ്റും. ഇത് എത്ര കിലോ മിക്സ് ചെയ്യാൻ പറ്റും നമുക്കൊരു? ഇതും ചെറിയ മെഷീനിൽ വരുന്നത് നമ്മളൊരു 20 kg നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 500-1000 കിലോ ഒക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു ബാച്ചിൽ ചെയ്യുന്ന മെഷീനുകളുണ്ട്. 1000 കിലോ വരെ ചെയ്യാം. 25 കിലോ 1000 കിലോ വരെ ചെയ്യുന്ന ഒരു ബാച്ചിൽ ചെയ്യുന്ന മെഷീനുകളുണ്ട്. എല്ലാം കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്നത്. ഇതിപ്പോൾ എത്ര കിലോ ആണ് സാർ? ഇത് 100 കിലോൻ്റെയാണ്. 100 കിലോ ആണ് അല്ലേ? ഇത് ജ്യൂസ് എക്സ്പില്ലർ എന്ന് പറയും. ഡബിൾ സ്ക്രൂ ജ്യൂസ് എക്സ്പില്ലർ, ചെറിയ മെഷീനാണ്. ഇതിൻ്റെ പല റേഞ്ചിലുള്ള മെഷീനുകൾ വരുന്നുണ്ട്. ഇത് വരുന്നത് 1 HP വർക്ക് ചെയ്യുന്നതാണ്. ഇതിൻ്റെ വലുത് വരുന്നത് 15 HP വരെ മോഡലിൽ വർക്ക് ചെയ്യുന്ന വലിയ മെഷീനുകളുണ്ട്. ഇതെല്ലാം വരുന്നത് ലീവ്സ്, ആയുർവേദ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ പച്ചിലകൾ, വേരുകൾ, അതുപോലെ ചില വള്ളികളൊക്കെ വരുന്നുണ്ട് ആയുർവേദത്തിന് വരുന്ന, അതിൻ്റെ എല്ലാം ജ്യൂസ് എടുക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസിൻ്റെ എല്ലാം ജ്യൂസ് എടുക്കാൻ
പച്ചത്തേങ്ങയിൽ നിന്ന് പാലെടുക്കും. വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പച്ചത്തേങ്ങയുടെ പാലെടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഡബിൾ സ്ക്രൂ ജ്യൂസ് എക്സ്പില്ലർ എന്നാണ് ഇതിന് പറയുന്നത്. ഇപ്പോൾ പച്ചപ്പാല് അങ്ങനെ ഒരു ബിസിനസ് തന്നെ ഒരു ബിസിനസ് ആശയമായിട്ട് നമുക്ക് എടുക്കാം അല്ലേ? ഉണ്ട്. അത് വെർജിൻ കോക്കനട്ട് ഓയിൽ ചെയ്യാനായിട്ട് എടുക്കാം. അതുപോലെ തന്നെ മിൽക്ക് പ്രോസസ്സ് ചെയ്ത് വരുന്നുണ്ട്. ഡയറക്റ്റ് റെഡി ടു യൂസ് മിൽക്ക് വരുന്നുണ്ട്, കോക്കനട്ട് മിൽക്ക്. അതിനൊക്കെ ആവശ്യമായ മിൽക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന മെഷീനാണ് ഡബിൾ സ്ക്രൂ ജ്യൂസ് എക്സ്പില്ലർ. ഇപ്പോൾ ഒരു ബിസിനസ് ആശയം സാറിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഡെവലപ്പ് ചെയ്ത് ഒരാളെ ഹെൽപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളും നമുക്കറിയാലോ. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. പലരും വരുന്നത് അവർക്ക് ചെറിയൊരു ഐഡിയ ആണ് ഉണ്ടാകുന്നത്. ഇന്ന രീതിയിൽ ഇന്ന ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയുള്ള ബാക്കിൽ വരുന്ന മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് തന്നെയാണ് ചെയ്തു കൊടുക്കാറുണ്ട്. ഈവൻ മെഷീനറികളുടെ ആയാലും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വ്യവസായം തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള അതിനു വേണ്ടിയുള്ള വഴികളും അതേപോലെ തന്നെ ഫൈനാൻസിന്റെ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള നിർദ്ദേശങ്ങളെല്ലാം നമ്മൾ ചെയ്ത് ഇവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇപ്പോൾ കുടുംബശ്രീ പോലുള്ള യൂണിറ്റുകളായിരുന്നാലും ചെറിയ ചെറിയ യൂണിറ്റുകളുണ്ടല്ലോ, അവർക്കും ഈ സർക്കാരിൻ്റെ ഒത്തിരി സഹായങ്ങൾ ഇപ്പോൾ കിട്ടാറുണ്ട്. ഇതിലുള്ള യൂണിറ്റുകൾ തുടങ്ങാനായിട്ട് ഒത്തിരി സഹായങ്ങൾ കിട്ടാറുണ്ട്. പിന്നെ അതിൽ പലർക്കും കാര്യങ്ങൾ അറിയത്തില്ല. അതായത് ഇപ്പോൾ എങ്ങനെ എൻ്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, ഞാൻ ഏത് മെഷീൻ എടുക്കണം, അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാകും. യൂണിറ്റ് ആകുമ്പോഴത്തേക്ക് ഒത്തിരി പേരുടെ ഒരു അഭിപ്രായമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇവിടെ നേരിട്ട് വരികയോ സാറിനെ വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അവരുടെ ഒരു ബഡ്ജറ്റിനനുസരിച്ചുള്ള ഒരു ആശയം പറയാമല്ലോ. നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സ് അങ്ങനെ നേരിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് പുതിയൊരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് നേരിട്ട് വരികയാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ അവർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മളിവിടെ ഡെമോ കൊടുക്കാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഒരു സംഭവമാണ് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള മെഷീനുകൾ ഇവിടെ ഉണ്ട്. അതിലവർക്ക് ചെയ്ത് നോക്കി ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം അവർക്കത് പ്രൊസീഡ് ചെയ്യാവുന്ന സംവിധാനങ്ങൾ നമുക്കിവിടെ ട്രയൽ റണ്ണിങ്ങിനോ മറ്റുള്ള സംവിധാനങ്ങളെല്ലാം നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നതാണ്. ഇതൊരു കൊക്കോ പ്രോസസ്സിങ് യൂണിറ്റാണ്. കൊക്കോ പല 4 ഇതിലായിട്ട് വരുന്നതാണ്, പ്രോസസ്സിങ്ങിൻ്റെ ഘട്ടങ്ങളിലായിട്ട് വരുന്നതാണ്. ഇതിലാദ്യമായിട്ട് വരുന്നത് കൊക്കോ റോസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീനാണ് ഇതിന് ഡ്രം റോസ്റ്റർ എന്ന് പറയും. ഫസ്റ്റ് ഇതിലെ കൊക്കോ റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് ബ്രേക്ക് ചെയ്യും. കൊക്കോ ബ്രേക്കർ എന്ന് പറയും. ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അത് പൊട്ടി ഒരു 5-6 പാർട്ടിക്കിളായിട്ട് അതിൻ്റെ സ്കിന്ന് റിമൂവായിട്ട് സ്കിന്നും കൂടി ഒരുമിച്ച് പുറത്തേക്ക് വരും. അതിന് നമ്മൾ എടുത്ത് ഇത് വിന്നോവർ എന്ന് പറഞ്ഞ മെഷീനാണ്. വിന്നോവർ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കിന്ന് മാത്രം ആ ടാങ്കിൽ നിന്ന് നേരെ താഴേക്ക് വരും. നമുക്ക് ക്ലിയർ ആയിട്ടുള്ള അതെ അതിൻ്റെ റിമൂവ് ആയിട്ടുള്ള ബീൻ ഇതിൽ താഴോട്ട് വരും. ഇത് ഫൈനൽ പ്രൊഡക്റ്റ് ആണ് വരുന്നത്. അതിനെ നമ്മൾ അരയ്ക്കാനെടുക്കുന്ന മെഷീനാണ് കൊളോയിഡ് മില്ല് എന്ന് പറയും. കൊളോയിഡ് മില്ല് ഇതിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നേരെ താഴേക്ക് ഇതിൻ്റെ പേസ്റ്റ് നമുക്ക് കിട്ടും. അത് എടുത്തിട്ടാണ് ചോക്ലേറ്റിനും മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ പീനട്ട് ബട്ടറൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ സെയിം മെഷീനിൽ തന്നെയാണ് നമുക്ക് പീനട്ട് ക്ലീൻ ചെയ്ത് റോസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബട്ടറായിട്ട് നമുക്ക് ഇതിൽ നിന്ന് നേരെ പുറത്തേക്ക് വരും ചെയ്യാം. ഇതിപ്പോൾ ഒരു ചോക്ലേറ്റ് യൂണിറ്റിനുള്ള അത്യാവശ്യമുള്ള മെഷീൻസ് ആണ് ഈ വരുന്നത്. ചെറിയൊരു യൂണിറ്റിന് വേണ്ടിയുള്ള മെഷീനാണ് ഈ വരുന്നത്. അല്ലാതെ ഇപ്പോൾ നമുക്ക് അത് മാത്രം ഈ കൊളൈഡ് മില്ല് മാത്രമായിട്ട് കൊടുക്കുന്നുണ്ട്. സിംഗിളായിട്ട് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കൊക്കോന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, പീനട്ട് ബട്ടർ ഉപയോഗിക്കാൻ എടുക്കും. ചിലർ പൾപ്പുകൾക്ക് വേണ്ടി പൾപ്പുകളൊന്നുകൂടി ഫൈനാക്കാൻ വേണ്ടി അങ്ങനെ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന മെഷീനാണ്. ഇതിപ്പോൾ നമ്മൾ കസ്റ്റമറിന്റെ ആവശ്യം അനുസരിച്ച് ചെയ്തു വെച്ചേക്കുന്ന മെഷീനാണ്. ഇതെല്ലാം കസ്റ്റമറുടെ റിക്വയർമെന്റ് അനുസരിച്ച് ചെയ്തേക്കുന്നതാണ്. അവരുടെ ഇതനുസരിച്ച് ഒരു ബാച്ചിൽ ഇത്ര കിലോ എന്നുണ്ട്, അതിനനുസരിച്ച് ചെയ്തേക്കുന്ന ഒരു ചെറിയൊരു യൂണിറ്റ് ആണ്. ഒരുപാട് സർക്കാർ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് മെഷീൻസ് ഇവിടെ നിന്നാണ് പോകുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ട്. നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ഏതെല്ലാം സർക്കാർ സ്ഥാപനങ്ങൾക്ക്? ഇപ്പോൾ നമ്മൾ ഗവൺമെന്റ് തലത്തിൽ വരുമ്പോൾ കൃഷി KVK, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികൾ, അവിടേക്കുള്ള മെഷീനുകളെല്ലാം നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ട് ഓൾറെഡി ഇപ്പോൾ നിലവിൽ ഒരുപാട് യൂണിറ്റുകളിൽ ഇപ്പോൾ കായംകുളം, അമ്പലവയൽ, പടനക്കാട്, കണ്ണൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ മെഷീനുകൾ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ആവശ്യമായ അമൃതം പൊടി അങ്ങനെയുള്ള യൂണിറ്റുകൾക്ക് മറ്റുള്ള കുടുംബശ്രീ യൂണിറ്റുകൾക്ക്, അതുപോലെ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളുണ്ട് പുതുതായിട്ട് വന്നിരിക്കുന്നത്, അവർക്ക് ആവശ്യമായ മെഷീനുകളെല്ലാം നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ അമൃതം പൊടി ഒരു ചെറിയ യൂണിറ്റായിട്ട് തുടങ്ങാനായിട്ട് നമുക്ക് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെഷീൻ നമ്മളെ എല്ലാ ഫുൾ മെഷീൻ കൂടി എടുക്കാം? അമൃതം പൊടിയിലേക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് മെയിനായിട്ട് വരുന്നത് ക്ലീനിങ്ങിനുള്ളത്. ഇപ്പോൾ ഗോതമ്പ്, അതുപോലെ കടല, ഇതെല്ലാം ക്ലീൻ ചെയ്ത് റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വറുത്ത്
ബ്ലെൻഡ് ചെയ്ത് പാക്ക് ചെയ്യുന്നതാണ്. അത് അതും എല്ലാം കസ്റ്റമർ അവരുടെ ഒരു യൂണിറ്റിൻ്റെ ഔട്ട്പുട്ട് അനുസരിച്ച് എത്ര വേണം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചാണ് ചെയ്യുന്നത്. സെറ്റ് ചെയ്യുന്നത്. എന്നാലും ഒരു മിനിമം നമുക്കൊരു മിനിമം ഇത് വരുമ്പോൾ ഒരു എമൗണ്ട് എത്ര രൂപ സ്റ്റാർട്ടിങ്ങിലൊക്കെ വരുമ്പോൾ ഒരു 2.5-3 ലക്ഷം രൂപ സ്റ്റാർട്ട് ചെയ്യുന്ന യൂണിറ്റുകളുണ്ട്. അതിനൊരു 35% പുറത്ത് കുടുംബശ്രീ യൂണിറ്റ് ആകുമ്പോൾ അതിൽ കൂടുതലും അത് ഗവൺമെന്റിന്റെ പല സ്കീമുകളുണ്ട്. അതിനനുസരിച്ച് സബ്സിഡി കൂടുതൽ വരുന്ന സ്കീമുകൾ പലതുണ്ട്. അത് ഈ യൂണിറ്റുകൾക്ക് കുറച്ചുകൂടി കൂടുതൽ വരുന്ന സ്കീമുകളുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നത് കൊക്കോ റോസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന മെഷീനാണ് ഇപ്പോൾ ഇതിന് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് തന്നെ പല ആവശ്യങ്ങൾക്കും, ഇപ്പോൾ കൊക്കോ മാത്രമല്ല, മസാലകൾ, മുളക്, മല്ലി, നട്ട്സ് ഇതെല്ലാം റോസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീനാണ്. അതിൻ്റെ പല റേഞ്ചിലുള്ള മെഷീനുകളാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, പ്രോസസ്സിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് ഒരു 50 കിലോ ഒരു ബാച്ചിൽ റോസ്റ്റ് ചെയ്യുന്ന മെഷീനാണ്, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ അതിൻ്റെ വലുതാണ് ഒരു 100 കിലോ ഒരു ബാച്ചിൽ വർക്ക് തന്നത്. ഇത് ഈ പറഞ്ഞ ഒരു മസാലകൾ, മിക്സഡ് മസാലകൾ, മുളക്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വറുക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ഇത് അരിക്കുന്ന മെഷീനാണ്. നമ്മൾ നേരത്തെ കണ്ടല്ലോ വൈബ്രോ സിഫ്റ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറച്ചുകൂടി വലിയ വെർഷനാണ്, ഔട്ട്പുട്ട് കൂടുതലായിട്ട് വരുന്നത്. ഇതും ഒരു ഫീഡിങ് ട്രോളി. അതുപോലെ നമ്മൾ ബ്ലെൻഡർ, പൊടി പൗഡർ മിക്സ് ചെയ്യാൻ എടുക്കുന്ന ഒരു ബ്ലെൻഡറാണ്. ഇതാണ് ഇതിൻ്റെ ഗ്രില്ലാണ്. നമ്മളുടെ കയ്യോ മറ്റേ ബക്കറ്റോ ചാക്കോ ഒന്നും നേരെ താഴേക്ക് പോകാതിരിക്കാനുള്ള ഒരു ഗാർഡ്. അതിൻ്റെ അകത്താണ് റിബൺ വരുന്നത്. ഇത് റിബൺ ബ്ലെൻഡർ എന്ന് പറയും. ഇത് ഔട്ട്പുട്ട് നേരെ താഴെ നമുക്ക് എടുക്കാം. താഴെ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇതാണ് നമ്മളുടെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റുകളിൽ ഒന്നാണ്. ഇവിടെയാണ് നമ്മൾ മെഷീനുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പൾപ്പർ മെഷീൻ്റെ ചെറിയൊരു പൾപ്പർ മെഷീനാണ്. അതുപോലെയുള്ള മെഷീനുകളാണ് ഇപ്പോൾ കൺവെയറുകളാണ്, അത് റോസ്റ്ററുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കസ്റ്റമറിന് ആവശ്യമായ സാധനങ്ങൾ നമ്മളിവിടെ ചെയ്ത് അതിൻ്റെ നിർമ്മാണം കഴിഞ്ഞാൽ കസ്റ്റമറിന് നേരിട്ട് ഇവിടെ വന്ന് ഇതെല്ലാം വർക്ക് ചെയ്യിച്ച് നോക്കിയതിന് ശേഷം കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അവർക്ക് ഉള്ള എന്തെങ്കിലും ചെറിയ ചെറിയ ആശയങ്ങൾ, ഇതിൽ മാറ്റങ്ങൾ, മോഡിഫിക്കേഷനോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ക്ലിയർ ചെയ്തിട്ട് കസ്റ്റമറിന് കൊണ്ടുപോകുന്നതാണ്. അതിനുള്ള സൗകര്യം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഈ കണ്ടിരുന്ന റോസ്റ്ററുകളിലെല്ലാം റോസ്റ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ മസാലകൾ പല സംഭവങ്ങൾ, സാൾട്ട്, മസാല, പെപ്പർ, അങ്ങനെ പല സാധനങ്ങൾ ആഡ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ വേണ്ട ഐഡിയകളായിട്ട് വരുന്നവരുണ്ട്. അവർക്ക് അതിനായിട്ടുള്ള മോഡിഫിക്കേഷൻസ് വരുത്തി അതിൽ ചെയ്തു കൊടുക്കും. ഇത് നമ്മളുടെ മറ്റൊരു മാനുഫാക്ചറിങ് യൂണിറ്റാണ്. ഈ കിടക്കുന്നതെല്ലാം ഹാമർ മില്ലുകൾ എന്ന് പറയും. അതായത് മാസ് പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, ബൾക്ക് പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് ഹാമർ മില്ലുകൾ. ഇതെല്ലാം അതിൻ്റെ ഭാഗങ്ങളായിട്ട്. ഹാമർ മില്ല് എന്ന് പറയുമ്പോൾ പൊടിക്കുന്ന മെഷീൻ തന്നെയാണ്. ബൾക്കായിട്ട് മാസ് പ്രൊഡക്ഷന് വേണ്ടി, കൂടുതൽ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനുകളാണ്. വലിയ യൂണിറ്റുകളിലേക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇതെല്ലാം പെയിന്റിങ്. ഇത് ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന ഒരു മെഷീനാണ്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് കോണ്ടാക്ട് ആയിട്ട് ഫുൾ ബോഡി സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന മെഷീനാണ്. ഇതെല്ലാം നമ്മൾ ഡിസ്പാച്ചിന് വെച്ചിരിക്കുന്നതാണല്ലേ? ഇതെല്ലാം ഡിസ്പാച്ചിന് വേണ്ടി നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അയക്കാൻ വേണ്ടി. അതുപോലെ അതെല്ലാം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന മെഷീനുകളാണ്, ഹാമർ മില്ലുകൾ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതെല്ലാം പൾവറൈസറുകളാണ്, നമ്മൾ ഡെസ്പാച്ചിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്, വർക്ക് കഴിഞ്ഞ മെഷീനാണ്. എല്ലാം ചെറിയ യൂണിറ്റുകളിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അരി പൊടിച്ച് വറക്കുന്ന മെഷീനാണ്. പൊടിച്ചതിന് ശേഷം വറക്കാൻ ഉപയോഗിക്കുന്ന റോസ്റ്ററാണ്. LPG ആണ് ഇതിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. LPG ആണല്ലേ? LPG. ഇത് 10 കിലോ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതുണ്ട്. ഇത് വരുന്നത് 25 കിലോ ഒരു ബാച്ചിൽ ചെയ്യുന്ന മെഷീനാണ്. ഇതിനൊക്കെ എങ്ങനെ പ്രൈസ് വരുന്നത്? ഏറ്റവും ചെറിയ മെഷീൻ എന്ന് പറഞ്ഞാൽ 40,000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന മെഷീനുകളുണ്ട്. 40,000 രൂപ. ഇതിപ്പോൾ എത്ര കിലോ ആണ് വരുന്നത്? ഇത് വരുന്നത് 25 കിലോ ആണ്. സ്റ്റാർട്ടിങ് വരുന്നത് എത്ര കിലോ വരെയാണ്? മിനിമം 10 kg സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 10 kg. ഇത് 3 phase ആണോ വരുന്നത്? 3 phase ഉണ്ട്, സിംഗിൾ ഫേസ്. ഏതിൽ വേണമെങ്കിലും കസ്റ്റമറിന്റെ സൗകര്യപ്രകാരം ചെയ്തു കൊടുക്കാം. അതപ്പോൾ കസ്റ്റമർ പറയുന്നതിനനുസരിച്ച് അവർക്ക് മോട്ടർ ചേഞ്ച് ചെയ്ത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിൽ പ്രൈസ് ഡിഫറൻസ് എന്തെങ്കിലും ഒന്നും വരില്ല. ഇത് നമ്മുടെ ഒരു സെമി ഓട്ടോമാറ്റിക് പ്ലാന്റിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് വരുന്ന അതിന്റെ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഏറ്റവും മുകളിൽ കാണുന്നത് നമ്മുടെ ഒരു സ്റ്റോറേജ് ടാങ്കാണ്. സ്റ്റോറേജ് ടാങ്കിൽ നിന്ന് നേരെ വരുന്നത് വാഷിങ്ങിലേക്കാണ്. റൈസ് പ്ലാന്റ് ആണ്. റൈസ് വാഷ് ചെയ്യണതിലേക്ക് വരും. വാഷ് ചെയ്ത് വരുന്നത് ഒരു സ്റ്റോറേജ്. അതിൻ്റെ അടിയിൽ വരുന്നത് സ്റ്റീമിംഗ് ആണ്. സ്റ്റീം ചെയ്യുന്ന മെഷീനാണ്. ഇതിൽ നിന്ന് എടുത്തിട്ടാണ് പിന്നെ നമ്മൾ പൊടിച്ച് വറുത്ത് പാക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു
പാർട്ട് മാത്രമാണ് അത് ഓ അതെ, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുന്ന യൂണിറ്റ്. ഇത്രയും വലിയ യൂണിറ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കോസ്റ്റ് നല്ല കോസ്റ്റ് വരത്തില്ല ഇതിന്? അത് എല്ലാം ഇതിൻ്റെ എല്ലാം ഔട്ട്പുട്ട് അനുസരിച്ചാണ് പ്ലാന്റിന്റെ റേറ്റും കാര്യങ്ങളെല്ലാം റേറ്റ് വരുന്നത്. ഇതൊക്കെ വലിയ ഹെവി ആയിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി മാസ് പ്രൊഡക്ഷനിലേക്ക് വരുന്ന യൂണിറ്റ് ആണ്. അതിലേക്ക് വരുന്ന റോസ്റ്ററുകളാണ് അവിടെ ഉള്ളത്. പിന്നെ റോസ്റ്ററുകളാണല്ലോ വരുന്നത് അല്ലേ? സ്റ്റീം ചെയ്ത് പൊടിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്നത് റോസ്റ്റിംഗ് മെഷീനാണ്. ഇതെല്ലാം പല കപ്പാസിറ്റിയിൽ വരുന്നുണ്ട്. 250, 500, 1000 അങ്ങനെ ഓരോ ബാച്ചിൽ ചെയ്യുന്ന മെഷീനുകളാണ്. ഓക്കെ ഓക്കെ. ഇത് എങ്ങനെയാണ് ഇലക്ട്രിക്കലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഇത് ഇലക്ട്രിക്കലുണ്ട്, സ്റ്റീമിൽ ചെയ്യുന്നതുണ്ട്, അതേപോലെ തന്നെ തെർമിക് ഫ്ലൂയിഡ് ഓയിൽ ഉപയോഗിച്ചും ഹീറ്റ് ചെയ്യുന്നതുണ്ട്. 3 രീതിയിൽ ചെയ്യാം. ആയുർവേദ ഇൻഡസ്ട്രികളിലും ഉപയോഗിക്കുന്നതാണ്. ലേഹ്യം അതേപോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാനുള്ളതാണ്. ഇത് ഒരു 1700 ലിറ്ററെല്ലാം നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന വെസലുകളാണ് ഇത് 2. അതേപോലെ തന്നെ 1000 കിലോൻ്റെ അടുത്ത വെസലാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇത് വന്ന് ഇലക്ട്രിക്കലിൽ ചെയ്യുന്നതാണ്. ഇലക്ട്രിക്കലിൽ ചെയ്യുന്നതാണ്. ഇതും 1000 ലിറ്ററിൻ്റെയാണ്, 1300 ലിറ്ററിൻ്റെ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞുതരാം, മിൽക്കിൻ്റെ യൂണിറ്റിലേക്കുള്ള ഒരു എക്യുപ്മെൻ്റ് ആണ്. ഇത് പ്ലാസ്റ്ററൈസേഷൻ യൂണിറ്റ് എന്ന് പറയും. പാലിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ ഒരു ഭാഗം വരുന്ന ഒരു വെസലാണത്. നമ്മൾ ഈ മിൽക്കിൻ്റെ പ്രോഡക്റ്റ് ചെയ്യുന്ന മെഷീൻസും ചെയ്യുന്നുണ്ട് അല്ലേ? ഇതെല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്നതാണ്. കസ്റ്റമറുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് ചെയ്യുന്ന മെഷീനുകളിൽ ഒന്നാണ്. ഇതൊരു സെമി ഓട്ടോമാറ്റിക് പാലപ്പം മേക്കിംഗ് മെഷീനാണ്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നൊരു മെഷീൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വർക്ക് പ്രോഗ്രസിങ് ആണ്. ഇതിൽ വരുന്നത് നമ്മൾ മാവ് ബാറ്റർ ഒഴിച്ചു കൊടുക്കും. ഇതിൻ്റെ ഒരു ഹാൻഡിലുണ്ട്. അത് ഇതിലേക്ക് ചട്ടിയിലേക്ക് മാവിനെ ഒഴിച്ചു കൊടുക്കും. ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ചൂടാവുന്നത് LPG യിലാണ്. ഇത് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ചെറിയൊരു 1/2 HP മോട്ടറാണ് ഇതിൽ ആവശ്യം വരുന്നത്. ഇതിൽ അറ്റ് എ ടൈം എത്ര എണ്ണം ഉണ്ടാക്കാം? ഇത് 1 മണിക്കൂർ നേരത്തിന് നമുക്കൊരു 500 അപ്പം വരെയൊക്കെ ചെയ്യാം. 500 എണ്ണം. കാറ്ററിംഗ് യൂണിറ്റ് പോലുള്ള ഹോട്ടലിലേക്ക് അങ്ങനെയുള്ള യൂണിറ്റുകളിലേക്കുള്ളതാണ്, പ്രൊഡക്ഷൻ യൂണിറ്റുകളിലേക്കുള്ളതാണ് അല്ലേ? ഇതിൽ ചെറിയ യൂണിറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ടോ? അത് ഒരു മോഡലാണുള്ളത്. ഇതൊരു മോഡലാണ്. ഇതും നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു റോസ്റ്റിംഗ് മെഷീൻ്റെ തന്നെയാണ്, വെസലാണ്. ഇതിന് ഹീറ്റ് പുറത്തു വരാതിരിക്കാനായിട്ടുള്ള ഇൻസുലേഷൻ എന്ന് പറയും. ഇത്രയും ഈ തിക്നെസ്സിൽ അതിൽ ഗ്ലാസ് ഫുൾ ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഹീറ്റ് പുറത്തു പോവില്ല. അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് തൊട്ടാൽ പൊള്ളില്ല. അങ്ങനെയല്ല, അതിനൊക്കെ വേണ്ടി ചെയ്തിരിക്കുന്നത്. ശരിക്കും നമ്മൾ എല്ലാ റോസ്റ്ററുകളും ഹീറ്റ് പുറത്തേക്ക് വരത്തില്ല അല്ലേ? ഇല്ല, എല്ലാത്തിലും ഇതേപോലെ ഇൻസുലേഷൻ ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ കണ്ടത് LPG യിൽ വർക്ക് ചെയ്യുന്ന റോസ്റ്റർ ആയിരുന്നു. ഇത് ഇലക്ട്രിക്കലിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇത് 100 കിലോ കപ്പാസിറ്റി വരുന്നതാണ്. ഇതിൻ്റെ ഹീറ്റ് സോഴ്സ് വരുന്നത് ഇലക്ട്രിക്കലിലാണ്. ഇതും നമുക്ക് 15 കിലോ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അവിടെ താഴെ കണ്ട പോലെ തന്നെ 500, 1000 കിലോ അത് കസ്റ്റമറുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് ചെയ്യുന്നതാണ്. ചെയ്തു കൊടുക്കാൻ പറ്റും. ഇതും ഇലക്ട്രിക്കൽ റോസ്റ്റർ. ഇത് ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് വരുന്നത്. ഇത്രയും ഹെവി മെഷീനൊക്കെ വരുമ്പോൾ നമുക്ക് എന്തായാലും 3 ഫേസ് സിംഗിൾ ഫേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതായത് കണ്ടിന്യൂസ് പ്രൊഡക്ഷനിലൊക്കെ വരുമ്പോൾ 3 ഫേസ് കണക്ഷനാണ് എപ്പോഴും നല്ലത്. 3 ഫേസ് കണക്ഷൻ. ഇതും സിംഗിൾ ഫേസിൽ വർക്കാവും, പക്ഷേ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നതിൽ ഏറ്റവും നല്ലത് 3 ഫേസ് ആണ്. ഇത് റൈസ് വാഷിംഗ് മെഷീനാണ്. അരി കഴുകുന്നത്, അരി അതേപോലെ തന്നെയുള്ള ധാന്യങ്ങൾ, മില്ലറ്റ്സ്, എല്ലാ ധാന്യങ്ങളും വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് റൈസ് വാഷിംഗ് മെഷീൻ. പറയുന്നത് റൈസ് വാഷിംഗ് മെഷീനാണ്. ഇതിലാണ് നമ്മൾ മെറ്റീരിയൽ ഇട്ട് കൊടുക്കുന്നതും. ഇതിൽ വെള്ളം നിറച്ച് ഇതിൻ്റെ ഉള്ളിലൊരു ഹാൻഡിലുണ്ട്. ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ സമയം കഴിയുമ്പോൾ ഈ വാൽവ് തുറന്നു കഴിഞ്ഞാൽ വെള്ളം മാത്രം പുറത്തു പോകും. ഡോറ് തുറന്നാൽ നമുക്ക് മെറ്റീരിയൽ താഴേക്ക് എടുക്കാം. കഴുകിയതിനു ശേഷം വാൽവ് തുറന്ന് പുറത്തേക്ക് എടുക്കാം. വെള്ളം മാത്രം വാൽവ് തുറന്ന് പുറത്തേക്ക് പോകും. ഡോറ് തുറന്നാൽ നമ്മുടെ മെറ്റീരിയൽ ചെരുവത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഇതിലേക്ക് കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ എത്ര കിലോ ആണ് വരുന്നത്? ഇത് വരുന്നത് 250 കിലോൻ്റെയാണ്. 25 കിലോ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന മെഷീനുകളുണ്ട്. 25 കിലോ മുതൽ. നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് എങ്ങനെ വരുന്നുണ്ട് ഈ റൈസ് വാഷിംഗ് മെഷീൻ? 25 kg ഒക്കെ വരുമ്പോൾ ചെറിയ മെഷീനുകൾ 75,000 സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 75 തന്നെ ചെയ്യാൻ പറ്റും. അതിൽ നമുക്കിപ്പോൾ അത്യാവശ്യം എല്ലാ ധാന്യങ്ങളും അതിൽ തന്നെ കഴിയും. എല്ലാ ധാന്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ ഈ മില്ലറ്റ് യൂണിറ്റ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കായിരുന്നാലും ഈ ഒരു മെഷീൻ ഉപയോഗമുള്ളതായിരിക്കും. എല്ലാ സാധനങ്ങളും നമുക്കതിൽ വാഷ് ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വാഷ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു സ്റ്റീമർ മെഷീനാണ്. ആവിയിൽ വേവിക്കാൻ വേണ്ടിയുള്ളത്. നമുക്ക് ഇഡലി, ഇടിയപ്പം അങ്ങനെയുള്ള സ്റ്റീമിൽ വേവിച്ചെടുക്കുന്ന, ആവിയിൽ വേവിക്കുന്ന ഒരു സ്റ്റീമർ മെഷീനാണ് അത്. ഇതിൻ്റെ അകത്ത് തട്ടുകളാണ് വരുന്നത്. ഇതിപ്പോൾ ഈ ഹോട്ടൽ അങ്ങനെയുള്ള ഇതിലൊക്കെയാണ് കൂടുതൽ വേണ്ടി വരും അല്ലേ? അതെ. ഇങ്ങനെ ഇതിന് 2 ലെയറായിട്ട് തട്ടുകളുണ്ട്. ഈ തട്ടുകളിൽ
നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ഇതും ഇലക്ട്രിക്കലാണോ വർക്ക് ചെയ്യുന്നത്? അല്ല, ഇതും ഇലക്ട്രിക് വരുന്നുണ്ട്, LPG വരുന്നുണ്ട്. ഇത് LPG വർക്ക് ചെയ്യുന്നത്. LPG വരുന്നതാണ്. ഈ LPG വരുന്നതും ഇലക്ട്രിക്കൽ വരുന്നതും തമ്മിൽ പ്രൈസിൽ എന്തെങ്കിലും വ്യത്യാസം വരാറ്? ഇലക്ട്രിക്കലിൽ വരുമ്പോൾ റേറ്റ് കൂടും, കുറച്ച് കൂടും. അതായത് ഇതിന് കോയിൽ, അതിന് കൺട്രോൾ പാനൽ, അങ്ങനെയുള്ള സംഭവങ്ങൾ വരും. ഓക്കെ. ഇതിൽ നമുക്ക് ഒരേ ടൈമിൽ എത്ര ഇഡ്ഡലി ആണെങ്കിലും നമുക്ക് എത്ര തട്ട് വയ്ക്കാൻ പറ്റും? ഇത് വരുന്നത് 24 തട്ടിൻ്റെയാണ്. 24 തട്ടിൻ്റെ ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്നതാണ്. എത്ര വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും ചെറിയൊരു മോഡൽ നമ്മൾ ഉണ്ടാക്കി അത്യാവശ്യം ചെറിയൊരു യൂണിറ്റായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രൈസ് എങ്ങനെ വരും? അതെല്ലാം ഇതിൻ്റെ നോർമൽ വരുമ്പോൾ ഒരു 50 ഇഡലി അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ അപ്രോക്സിമേറ്റ് ഒരു 35,000-40,000 സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമുക്ക് അങ്ങനെ ഒന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ അത് പല രീതിയിലാണ്. ഇപ്പം ഇത് ചെയ്യുന്നതാണെങ്കിൽ ഇഡലി മാത്രമായിട്ടല്ല, മൾട്ടി പർപ്പസ് ആയിട്ടാണ്. ഇപ്പോൾ ഇഡലിക്ക് വേണ്ടി എടുക്കുന്നുണ്ട്, വട്ടയപ്പത്തിന് വേണ്ടി, ഇടിയപ്പം, അങ്ങനെ പല ആവശ്യങ്ങൾക്ക് തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം അതിന് ഉള്ള ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോൾ ചെറിയ റേറ്റുകളിൽ ചെറിയ മാറ്റങ്ങൾ വരും. അത് മൾട്ടിപർപ്പസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മളിപ്പോൾ മൈക്രോ യൂണിറ്റുകൾക്ക് വേണ്ട മെഷീൻസ് എല്ലാം കണ്ടു കഴിഞ്ഞു, അതിൻ്റെ വിലയും കാര്യങ്ങളും എല്ലാം സാർ പറഞ്ഞു. അത് കൂടാതെ നമ്മൾ വലിയ വലിയ യൂണിറ്റുകൾക്കുള്ള മെഷീൻസും ചെയ്യുന്നുണ്ടോ? ഉണ്ട്. നമ്മൾ മസാലകൾ, അതുപോലെ തന്നെ റൈസ് പൗഡറിൻ്റെ എല്ലാം സെമി ഓട്ടോമാറ്റിക് യൂണിറ്റുകൾ ചെയ്യുന്നുണ്ട്. സെമി ഓട്ടോമാറ്റിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ലേബർ കുറവും ഉള്ള ലേബറിനാണെങ്കിലും അവർക്ക് വർക്ക് ലോഡ് കുറച്ചുകൊണ്ട് ചെയ്യാവുന്ന യൂണിറ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വരുമ്പോൾ 2-3 ഗുണങ്ങളുണ്ട്. ഔട്ട്പുട്ട് കറക്റ്റായിരിക്കും, വേസ്റ്റേജ് കുറയും, ലേബർ കുറവ് മതി, അങ്ങനെയുള്ള കാര്യങ്ങളോടുകൂടി നമുക്ക് ചെയ്യുന്ന സെമി ഓട്ടോമാറ്റിക് യൂണിറ്റുകളുണ്ട്. ഇപ്പോൾ റൈസ് പൗഡറൊക്കെ ആകുമ്പോൾ നമുക്ക് വാഷ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ താഴെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നേരെ വാഷ് ചെയ്യുന്നതിലേക്ക് പോരും. വാഷിങ് ചെയ്യുന്ന സ്റ്റീമിങ് ചെയ്യുന്ന നേരെ പൊടിക്കുന്നവിടെ നിന്ന് വറുത്ത് കഴിഞ്ഞ പൊടി നേരെ ഗ്രൈഡറിലേക്ക് വരും. ഗ്രൈഡറിൽ നിന്ന് ഒരു ന്യൂമാറ്റിക് ലൈൻ വഴി പൊടി വലിച്ച് കൂൾ ചെയ്ത് സ്റ്റോറേജിലേക്ക് എത്തുക. സ്റ്റോറേജിൽ നിന്ന് നേരെ പാക്കിംഗ് മെഷീനിലേക്ക്. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് 1-2 ഓപ്പറേറ്റേഴ്സ് മതി. നമുക്ക് ലേബർ വളരെ കുറവും, അതിനോടൊപ്പം തന്നെ വേസ്റ്റേജ്, ടൈം, ഇതെല്ലാം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയുള്ള യൂണിറ്റുകൾ റൈസ് പൗഡറിൻ്റെ, അതേപോലെ മസാലയ്ക്കായാലും ഒരു സൈഡിൽ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സൈഡിൽ പാക്ക് ചെയ്ത് വരുന്ന പോലെയുള്ളത്. അതിൽ വരുമ്പോൾ നമുക്ക് മസാലയിലായാലും റൈസ് പൗഡറിലായാലും ലേബർ കുറച്ചുകൊണ്ട് എല്ലാം ചെയ്യാവുന്ന യൂണിറ്റുകളുണ്ട്. അതാവുമ്പോൾ വർക്കിംഗ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടും. നമുക്ക് ലേബറിനുള്ള കോസ്റ്റ്, ലേബർ കുറച്ച്, പ്രൊഡക്ഷൻ കൂടുതലും, വേസ്റ്റേജ് കുറവ്, ഇതെല്ലാം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് സെമി ഓട്ടോമാറ്റിക് ആണ് നമ്മൾ ചെയ്യുന്നത്. സെമി ഓട്ടോമാറ്റിക് ലേബറിന്റെ ആവശ്യം വരുന്നുള്ളൂ. ചില പോയിന്റുകളെല്ലാം നമുക്ക് മാനുവലി ചെയ്യുന്ന ക്ലീനിങ്ങിനുള്ള ക്ലീൻ ചെയ്യാൻ പറ്റണം, ഏത് ഭാഗമായാലും. അതിന് വേണ്ട രീതിയിലാണ് നമ്മൾ മെഷീനുകൾ, ഈ യൂണിറ്റുകൾ സെറ്റ് ചെയ്യുന്നത്, സെമി ഓട്ടോമാറ്റിക് യൂണിറ്റുകൾ സെറ്റ് ചെയ്യുന്നത്.